നമുക്ക് വേണ്ടത് എന്താണ്? രണ്ടാമത്തെ ഡോക്യുമെന്റ്, അതായത് മാറ്റർ അടങ്ങിയ ഒരു ഡോക്യുമെന്റ്. ഞാൻ ഇതിവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ന്യൂ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് എടുക്കുകയാണ്. അതിൽ ഞാൻ ഇവിടെ എനിക്ക് പേര് വേണം, താഴെ അഡ്രസ് വേണം. ഇവിടെയാണ് ഞാൻ മാറ്റർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഡിയർ സർ അല്ലെങ്കിൽ മാഡം. അതിനുശേഷം ഞാൻ മാറ്റർ ടൈപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്ത് മാറ്റർ ആണോ വേണ്ടത് ആ മാറ്റർ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മാറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ താങ്കിങ് യു എന്നോ അത് എന്താണ് ആ ലെറ്ററിലെ കണ്ടന്റെങ്കിൽ അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെയാണ് എനിക്ക് നെയിമും അഡ്രസ്സും വരേണ്ടത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? മെയിലിംഗ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നു. നമ്മളിപ്പോ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. എൻവലപ്പ്, ലേബൽ, സ്റ്റാർട്ട്, മെയിൽ മെർജ്, സെലക്ട് റെസിപ്പിയന്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ടൈപ്പ് എ ന്യൂ ലിസ്റ്റ്, യൂസ് ആൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ്, ചൂസ് ഫ്രം ഔട്ട്ലുക്ക് കോണ്ടാക്ട്സ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഒരു ഓഫീസിൽ ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് യൂസ് ആൻഡ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എന്നുള്ളത് പറയാം. ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ നിങ്ങൾക്ക് ന്യൂ ലിസ്റ്റ് ടൈപ്പ് ചെയ്യാം. അത് എങ്ങനെയാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ കാണാം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതാണ് ഞാൻ വേർഡിൽ ഒരു ഡാറ്റാബേസ് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തത്. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ്. വേർഡിലോ എക്സലിലോ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. ഇതിലെങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിൽ ന്യൂ അഡ്രസ് ലിസ്റ്റ് എന്ന് വരും. അതിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യണം. അതായത് കുറേ ഫീൽഡുകളുണ്ട്, നമുക്ക് ഈ ഫീൽഡുകളൊന്നും ആവശ്യമില്ല. അപ്പം നമുക്ക് അതിനെ ഡിലീറ്റ് ചെയ്ത് റീനെയിം ചെയ്യണം അല്ലെങ്കിൽ ആഡ് ചെയ്യണം. ഇങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനുശേഷം ഇവിടെ വന്നിട്ട് വേണം നമ്മൾ എൻട്രികൾ ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ വേർഡിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു മെത്തേഡ് നമുക്ക് ആവശ്യമില്ല. അതിന് പകരമാണ് ഞാൻ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലെറ്ററിലേക്ക് പോകുന്നു. അതിനുശേഷം സ്റ്റാർട്ട് മെയിൽ മെർജിൽ പോകുന്നു. ലെറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ലെറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താലാണ് ഇൻഡിവിജ്വൽ പേജസിൽ നമുക്ക് ഈ ലെറ്ററിനെ ടൈപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ സ്റ്റാർട്ട് മെയിൽ മെർജിൽ പോയാൽ നിങ്ങൾക്ക് ലെറ്റേഴ്സ് കാണാം, ഇമെയിൽ മെസ്സേജസ് കാണാം, എൻവലപ്സ്, ലേബൽ, ഡയറക്ടറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഓപ്ഷനുകൾ കാണാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്ടറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്കിത് എൻവലപ്പിന്റെ മുകളിൽ ഇതിൻ്റെ ആളുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻവലപ്പ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെങ്കിൽ ഇതിൽ സെലക്ട് റെസിപ്പിയന്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. നമ്മൾ മുമ്പേ തന്നെ ഒരു വേർഡ് ഫയലിലോ എക്സൽ ഫയലിലോ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് യൂസ് ആൻഡ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ നിന്ന് നമ്മൾ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാബേസ് ഫയൽ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മുടെ ആ ഡാറ്റാബേസ് ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ റെസിപ്പിയന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ എഡിറ്റ് റെസിപ്പിയൻ ലിസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അഡ്രസ് ബ്ലോക്ക്, റീച്ചിങ് ലൈൻ, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ ഓപ്ഷൻസ് നമുക്ക് കാണാം. അതിന് നമ്മൾ ഇൻസേർട്ട് മെർജ് ഫീൽഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആദ്യം വേണ്ടത് നെയിം ആണ്. അപ്പൊ നെയിം എന്നുള്ള ഫീൽഡ് നമ്മൾ എൻ്റർ ചെയ്തു. അതിനുശേഷം നമുക്ക് കോമ വേണമെങ്കിൽ കോമ കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ എൻ്റർ ചെയ്താലും മതി. നെക്സ്റ്റ് ലൈനിലാണ് എനിക്ക് അഡ്രസ്സ് വേണ്ടത്. അപ്പൊ ഞാൻ എൻ്റർ ചെയ്തതിന് ശേഷം അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യണം. ഇനി അതിന് താഴെ ഞാൻ കൊടുത്ത കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ ആ കോണ്ടാക്ട് നമ്പറും നമുക്ക് കൊടുക്കാം. കോണ്ടാക്ട് നമ്പർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ ഇത്രയും അകലത്തിലാണ് അത് വരുന്നത്, കാരണം ഇതിന്റെ സ്പേസിങ്, ലൈൻ സ്പേസിങ് കൂടുതലാണ്. അപ്പം നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലേഔട്ടിൽ പോയിട്ട് നമ്മൾ ഇതിനെ 0 ആക്കി കൊടുക്കുക.
അപ്പൊ ആ ലൈൻസ് അടുത്ത് വരുന്നതായിട്ട് കാണാം. ഇനി ഇപ്പൊ ഇങ്ങനെയാണ് വന്നത്, നെയിം, അഡ്രസ്, കോണ്ടാക്ട് നമ്പർ. ഇതിൽ ഒരൊറ്റ പേജേ ഉള്ളൂ. ഞാൻ ഇവിടെ ഡാറ്റാബേസിൽ 3 പേരുടെ ABC എന്നിങ്ങനെ 3 പേരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ എങ്ങനെ കാണണമെങ്കിൽ നമ്മൾ മെയിലിംഗ് എന്നുള്ള ഓപ്ഷനിൽ തിരികെ പോവുക. അതിനുശേഷം നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഫീൽഡുകളാണോ ആവശ്യമുള്ളത് അതെല്ലാം തന്നെ നമ്മൾ ഈ ഡോക്യുമെന്റിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഫിനിഷ് ആൻഡ് മെർജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 ഓപ്ഷനുകൾ കാണാനായിട്ട് കഴിയും. എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ്സ്. നമ്മൾക്ക് ഓരോ ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ്സിലും എന്തെങ്കിലും ചേഞ്ചസുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ്സ് എടുക്കാം. അതല്ല നമുക്ക് അതിൽ എന്തൊക്കെ മാറ്ററുകൾ, എങ്ങനെയാണ് ഈ മാറ്റർ വന്നിരിക്കുന്നത് എന്ന് കാണണമെങ്കിൽ നമ്മൾക്ക് ഈ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അത് എടുത്തു കഴിയുമ്പോൾ ഇവിടെ കാണാം ഓൾ, അതായത് നമ്മുടെ ഡാറ്റാബേസിലുള്ള എല്ലാ ഡാറ്റയും നമുക്ക് ആവശ്യമാണ്. ചിലപ്പോൾ 1 മുതൽ 10 വരെയുള്ള ഡാറ്റയെ നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. ഒരു 100 ഡാറ്റയിൽ ചിലപ്പോൾ ഇടയിലുള്ള 25 മുതൽ 50 വരെയുള്ള ഡാറ്റയെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതിൽ ഓൾ എന്ന് പറഞ്ഞ ഡാറ്റാബേസിലുള്ള എല്ലാം വരും. കറന്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഫസ്റ്റ് റെക്കോർഡിലാണ് ഞാനിരിക്കുന്നത്. അപ്പൊ ആ നിൽക്കുന്ന ഫസ്റ്റ് റെക്കോർഡിലെ പേര് എന്താണോ, അഡ്രസ് എന്താണോ അതായിരിക്കും ഇതിൽ മെർജ് ആയിട്ട് വരിക. അതല്ലെങ്കിൽ ഫ്രം ടു, 5 മുതൽ 10 വരെയാണ് എനിക്ക് വേണ്ടതെങ്കിൽ ഫ്രമിന്റെ ഇവിടെ 5 കൊടുക്കുക, ഇവിടെ ടു 10 എന്ന് കൊടുത്താൽ 5 മുതൽ 10 വരെ ഡാറ്റാബേസിനകത്ത് എന്താണോ കിടക്കുന്നത് ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഇതിലേക്ക് വരിക. ഇപ്പൊ ഇവിടെ നമുക്ക് 3 ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ എന്ന് പറയുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ കാണാൻ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വേർഡ് ഫയലാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. അതിൽ 3 പേജ് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് നിങ്ങളുടെ മാറ്റർ വരുന്നത്. അപ്പം നിങ്ങളുടെ ആദ്യം തന്നെ നിങ്ങളുടെ മാറ്റർ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ മെയിൽ മെർജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും കാണണ്ട എങ്കിലും നമുക്ക് ഡയറക്റ്റ് പ്രിന്റ് കൊടുക്കാം. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൽ നിന്നും പ്രിന്റ് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ആവശ്യമില്ല, എനിക്ക് ഡയറക്റ്റ് പ്രിന്റ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് പ്രിന്റ് ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് മെയിൽ മെർജിൽ ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താണ് ഈ ഡയറക്ടറി? അപ്പൊ ഞാൻ പറഞ്ഞു ആർക്കൊക്കെ നിങ്ങൾ അയച്ചിട്ടുണ്ട് ആ ഒരു ലിസ്റ്റ് നമുക്ക് എടുത്തു വെക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഡയറക്ടറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഈ മാറ്റർ നമുക്ക് വേണം. അപ്പൊ ഈ ഫയലിനെ നമുക്ക് സേവ് ചെയ്യാം. അപ്പൊ നോക്കൂ, ഇതിൽ ഒരൊറ്റ ഷീറ്റേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് എന്താ, ഇതിനെടുത്ത എഫേർട്ട് കുറവാണ്, സമയം കുറവാണ്. നമ്മൾ 25-ലധികം പേർക്ക് ചിലപ്പോൾ ഈ മെയിൽ മെർജ് യൂസ് ചെയ്യും. അപ്പൊ എന്താണെങ്കിൽ അത്രയും സ്പേസ് അല്ലെങ്കിൽ അത്രയും വലിയൊരു ഫയൽ നമുക്ക് സേവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് വളരെ ചെറിയൊരു ഫയൽ മാത്രമാണ്, ഒരൊറ്റ പേജ് മാത്രമേ ഉള്ളൂ. എന്ത് ചേഞ്ചസ് നമുക്ക് വരുത്തണമെങ്കിലും ആ ഒരൊറ്റ ഫയലിൽ മാത്രം നമുക്ക് ചേഞ്ചസ് വരുത്തിയാൽ മതി. അപ്പൊ ഈ ഫയലിനെ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ഈ മാറ്റർ അടങ്ങിയ ഫയലിനെയും നമ്മൾ സേവ് ചെയ്ത് വെക്കണം. നമ്മൾ എവിടെയാണോ ഡാറ്റാബേസ് സേവ് ചെയ്ത് വെച്ചത് ആ ഫോൾഡറിൽ തന്നെ പോയിട്ട് ഈ ഫയലിന്റെ എന്താണോ അതിനകത്തുള്ള കണ്ടന്റ്, അപ്പോൾ ആ കണ്ടന്റിന്റെ പേരിൽ വേണം സേവ് ചെയ്ത് വെക്കാൻ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ ഡാറ്റാബേസിന്റെ പേരും ഈ ഫയലിന്റെ പേരും ഒന്നായിരിക്കാൻ ശ്രദ്ധിക്കുക. ഡാറ്റാബേസിൽ ഒരു DB കൂട്ടിച്ചേർത്താൽ അത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ ഞാൻ സേവ് ചെയ്തു. ഡയറക്ടറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എൻവലപ്പിൽ എങ്ങനെ പ്രിന്റ് എടുക്കാം എന്നെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.